Very good morning to all. So, ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ സിയുടെ തേർഡ് സെഷനാണ് ഇന്നിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ട് സെഷൻസിൽ നമ്മൾ ഫയൽ പോയിൻറ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു, ഫയൽ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്ത് ഫയൽസ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് പഠിച്ചു. ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ ഫയലിലേക്ക് നമുക്ക് ഡേറ്റ എങ്ങനെ റൈറ്റ് ചെയ്യാം, ഫയലിൽ നിന്നും ഡേറ്റ എങ്ങനെ റീഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള എന്നുള്ളതിനെ സംബന്ധിക്കുന്ന പല പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് രണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ് സെർട്ടൺ ഫങ്ഷൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാനിപ്പുലേറ്റിംഗ് ദി പൊസിഷൻ ഓഫ് ദി ഫയൽ പോയിന്റർ. അതായത് ഫയൽ പോയിന്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു പോയിന്ററിൻ്റെ പൊസിഷൻ നമുക്ക് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാനും അങ്ങനെ മനസ്സിലായ ഫയൽ പോയിന്റർ പൊസിഷനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഫയൽ പോയിന്റർ റീപൊസിഷൻ ചെയ്യാനുമുള്ള സാധിക്കുന്ന ചില ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് ഫങ്ഷൻ ftl. ftl എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് വിച്ച് റിട്ടേൺസ് ദി കറണ്ട് ഫയൽ പൊസിഷൻ ഓഫ് ദി ഫയൽ പോയിന്റർ ഓർ കറണ്ട് പൊസിഷൻ ഓഫ് ദി ഫയൽ പോയിന്റർ വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദി ഫയൽ. അതായത് ഒരു ഫയലിന്റെ തുടക്കത്തിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട്, അതായത് ഒരു ഫയലിന്റെ തുടക്കത്തിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണ്, എത്ര ഇൻഡെക്സ് പൊസിഷൻ അകലെയാണ് ഇപ്പോഴത്തെ ഫയൽ പോയിന്റർ നിൽക്കുന്നത് എന്നുള്ളത് ആണ് ftl എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. സിൻടാക്സ് ഈസ് ftl and inside bracket use the file pointer, that is the file pointer is used as the argument. So let's move on to a simple program to depict the use of or to check the use of ftl function. ഇവിടെ ഞാൻ fp എന്ന് പറയുന്നൊരു ഫയൽ പോയിന്റർ ഡിഫൈൻ ചെയ്തു. ആ fp യൂസ് ചെയ്ത് file1.txt എന്ന് പറയുന്നൊരു ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. ദെൻ immediately after opening the file, I am printing the location of the file pointer. Then I am writing some data. Then again I am printing the location of the file pointer. Then I am printing some other data. Again I am printing the location of the file pointer. അപ്പോൾ ഈ ഓരോ പ്രോസസ്സിനും ശേഷവും, ഓരോ ഡേറ്റ പ്രിന്റിങ്ങിന് ശേഷവും ഫയൽ പോയിന്ററിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ളൊരു പ്രോഗ്രാമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. First of all, let us analyze how the data is going into the memory. File pointer perspective il nokkukaണെന്നുണ്ടെങ്കിൽ immediately when you open the file, if the file is opened, then file pointer will be set to the 0 location or the 0 index position. Okay. Then when writing data to file is being sent to the file, what is going to happen is ഓരോ ബിറ്റ് ആയിട്ട് ഓരോ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യപ്പെട്ടു. W will be stored to 0, R will be stored to 1, I will be stored to 2, T will be stored to 3, അങ്ങനെ goes on like that. E will be stored in 19 and there is a final space character which will be stored in 20. അപ്പോൾ 0 മുതൽ 20 വരെയുള്ള ലൊക്കേഷൻസ്, അതായത് 21 ലൊക്കേഷൻസ് എടുത്ത് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഫയൽ പോയിന്റർ വിൽ ബി സെറ്റ് ടു ദി നെക്സ്റ്റ് ലൊക്കേഷൻ, അതായത് 21 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഫയൽ പോയിന്റർ എത്തുകയും ചെയ്യും. 0 മുതൽ 20 വരെയുള്ള ലൊക്കേഷനിൽ എടുത്താണ് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ പോയിന്റർ വിൽ ബി ഇൻക്രിമെന്റഡ് ടു ദി നെക്സ്റ്റ് ലൊക്കേഷൻ ആൻഡ് ഇറ്റ് വിൽ റിമെയിൻ ദെയർ. ഓക്കെ. ഇനി അടുത്ത എഫ് പ്രിന്റ് ഓഫ് വരുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് 21-ൽ I will be stored, 22-ൽ N will be stored, 23-ൽ സ്പേസ് വിൽ ബി സ്റ്റോർഡ് ആൻഡ് 24-ൽ C will be stored. നമ്മുടെ ഡേറ്റ കഴിഞ്ഞു. C സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഫയൽ പോയിന്റർ ഒരു പൊസിഷൻ കൂടി ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ വെയിറ്റ് ഇൻ പൊസിഷൻ 25. ഇവിടെ നമുക്ക് പൊസിഷൻ എന്നോ ബൈറ്റ് ലൊക്കേഷൻ എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, ബിക്കോസ് ഹിയർ ഓൾ ദി ഡേറ്റ ആർ ബീങ് ഹാൻഡിൽഡ് ആസ് ക്യാരക്ടേഴ്സ്. പക്ഷേ നമുക്ക് പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് പൊസിഷൻ എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നത്. സോ ഫയൽ പോയിന്ററിന്റെ ഇൻഡെക്സിങ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫയലിന്റെ ഇൻഡെക്സിങ് എന്ന് പറയുന്നതും നമ്മുടെ അറേ പോലെ തന്നെ 0-ൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് യു ക്യാൻ സീ ഫ്രം ഹിയർ. സോ
Immediately after the f open, if I try to print the location of the file pointer, it will be 0. And after writing data to file, then position of the file pointer will be in 21, and after printing in C to the file, the position will be 25. So output shall be ആദ്യത്തെ ftel shall return 0, second ftel shall return 20, 21, and third ftel shall return 25. Let us see what the actual output is. See, after opening f1.txt, position of file pointer is 0. After saving the data, writing data to file, then space to file1.txt, position of the file pointer is 21. After saving the data in C to file1.txt, position of file pointer is 25. So ഇവിടെ ഫയൽ പോയിന്ററിന്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ftel എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ഫയൽ പോയിന്റർ ലൊക്കേഷനിൽ നമുക്ക് മാനുവലായിട്ട് വേറെ ഏതെങ്കിലും പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ we make use of another function called as fseek. fseek എന്ന് പറയുന്നത് is used for setting the file position of a stream to a given offset. അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലാണ് നമ്മുടെ ഫയൽ പോയിന്റർ ഇപ്പോൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും വേറൊരു പൊസിഷനിലേക്ക് ഫയൽ പോയിന്ററിനെ സീക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് fseek ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. Syntax is fseek, and as in arguments, there are 3 arguments. First one is file pointer, next one is the offset, and final one is position. Example, fseek fp, 7, seek set. ഇനി ഇതിൽ ഓഫ്സെറ്റും പൊസിഷനും എന്താണെന്നുള്ളത് നോക്കാം. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നും എത്ര ബൈറ്റ്സ് ഓഫ്സെറ്റ് ചെയ്താണ് നമ്മുടെ പുതിയ പൊസിഷൻ വരേണ്ടത്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നും എത്ര പൊസിഷൻസ് മാറിയാണ്, അതായത് എത്ര പൊസിഷൻസ് അഡ്വാൻസ് ചെയ്താണ് നമ്മുടെ ഫയൽ പോയിന്ററിനെ കൊണ്ട് നിർത്തേണ്ടത് എന്ന് പറയുന്നതിനാണ് വി term it as the offset. ഇനി പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഓഫ്സെറ്റ് എവിടെ നിന്നും ആണ് ഈ ഓഫ്സെറ്റ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എത്ര ബൈറ്റ് പൊസിഷൻ ആണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നും ഓഫ്സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാറ്റി ഫയൽ പോയിന്റർ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ വി മെൻഷൻ ഇറ്റ് ആസ് ദി ഓഫ്സെറ്റ്. And position is where that offset is to be added. Position എന്ന് പറയുന്നത് ആ ഓഫ്സെറ്റ് എവിടെ നിന്നുമാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് പൊസിഷൻ. സോ ദോസ് ആർ ദി ആർഗ്യുമെന്റ്സ്. ഫയൽ പോയിന്റർ വേറെ സംശയമൊന്നുമില്ല, ദി പോയിന്റർ വിച്ച് യു ഹാവ് യൂസ്ഡ് ഫോർ ലിങ്കിങ് ദ ഫയൽ. ദെൻ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ നമ്പർ, 1, 2, 3, 5, 10, 20 എന്തായാലും നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഒരു നമ്പർ ആയിരിക്കും. ദാറ്റ് വിൽ ബി ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ഓഫ്സെറ്റ് ഫ്രം എ സ്പെസിഫിക് പൊസിഷൻ. ഇനി ആ സ്പെസിഫിക് പൊസിഷൻ എവിടെ നിന്നാണെന്ന് മെൻഷൻ ചെയ്യുന്നത് ആണ് മൂന്നാമത്തെ നമ്മുടെ ആർഗ്യുമെന്റായ പൊസിഷൻ. ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന 3 കോൺസ്റ്റൻസിൽ ഏതെങ്കിലും ഒന്നായിട്ടായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കോൺസ്റ്റന്റ് ഈസ് seek underscore set, which points to the beginning of the file. Second one is seek underscore cur or cur, which points to the current position. And third one is the seek underscore end, which points to the end of the file. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. fseek of fp, 7, seek set. See, ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് seek set എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ ഫയൽ. സോ ഫയലിന്റെ ബിഗിനിങ് പൊസിഷനിൽ നിന്നും 7 ബൈറ്റ്സ് ഓഫ്സെറ്റ് ചെയ്തുള്ള പൊസിഷനിലേക്ക് ഫയൽ പോയിന്ററിനെ സെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീങ് ഡൺ ബൈ യൂസിങ് fseek of fp, 7, seek set. അതായത് ഇപ്പോൾ ഉള്ള ലൊക്കേഷനിൽ നിന്നും ബിഗിനിങ് ഓഫ് ദി ഫയലിൽ നിന്നും 7 ബൈറ്റ്സ് ഓഫ്സെറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷനിലേക്ക് ഫയൽ പോയിന്ററിനെ പോയിന്റ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീങ് ഡൺ ബൈ യൂസിങ് fseek of fp, 7, seek set. Now let us see
a sample program. ഈ പ്രോഗ്രാമിൽ ഞാൻ ചെയ്തേക്കുന്നത് ആദ്യം ഫയൽ ഓപ്പൺ ചെയ്തു, ദെൻ റൈറ്റിംഗ് ഡാറ്റ ടു ഫയൽ എന്ന് പറയുന്ന ഒരു ഡാറ്റ ഞാൻ ഫയലിലേക്ക് സേവ് ചെയ്തു, ദെൻ ഇൻ സി എന്ന് പറയുന്ന ഒരു ഡാറ്റയും ഫയലിലേക്ക് സേവ് ചെയ്തു. ഇവിടെ ഇടയ്ക്ക് ഞാനൊരു എഫ് സീക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദാറ്റ് ഹാസ് ബീൻ കമൻറ്റഡ് ഔട്ട്. സോ ദാറ്റ് ആ എഫ് സീക്ക് എന്ന് പറയുന്ന എഫ് സീക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ബീൻ കമൻറ്റഡ്. സോ ഇങ്ങനെ ഒരു ഡാറ്റ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ദ കണ്ടന്റ് ഓഫ് file1.txt will be writing data to file in C. Whatever data is there, it is all been written into the file. ഇനി ഞാൻ കാണിക്കുന്നത് ഇതിൽ ഓരോ എഫ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും എന്തെല്ലാം ഡേറ്റയാണ് സ്റ്റോർ ആകുന്നത് എന്നുള്ളതാണ്. When this fprintf is executed, writing data to file will be stored, and when the second fprintf is executed, in C will be stored. It's a very simple thing. Then അടുത്ത പ്രോഗ്രാമിൽ വാട്ട് ഐ ഹാവ് ഡൺ ഈസ് ഞാൻ ആ എഫ് സീക്ക് സ്റ്റേറ്റ്മെന്റിന്റെ കമന്റ് എടുത്തു കളഞ്ഞു. സോ ദാറ്റ് നൗ എഫ് സീക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. സോ ലെറ്റ് സി വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട്. നൗ ദി പ്രോഗ്രാം വിൽ ബി the content of the file1.txt will be writing data in C file. ഈ രീതിയിലായിരിക്കും വരുന്നത്. Now let us see how this has happened. പഴയ എക്സാമ്പിൾ എടുക്കാം, പഴയ ഒരു സ്ലൈഡ് എടുക്കാം. സി ഇവിടുത്തെ കേസിൽ റൈറ്റിംഗ് ഡേറ്റ ടു ഫയൽ എന്ന് പറയുന്ന ഡേറ്റ നമ്മൾ ഓൾറെഡി പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ പ്രിന്റിംഗ് റൈറ്റിംഗ് ഡേറ്റ ടു ഫയൽ, ദി കറന്റ് പൊസിഷൻ ഓഫ് ഫയൽ പോയിന്റർ ഈസ് അറ്റ് 21. നൗ if you use fseek of fp, 12, seek set, that means seek underscore set എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈസ് ദി ബിഗിനിങ് ഓഫ് ദി ഫയൽ. അതായത് ഫയലിന്റെ ബിഗിനിങ് പൊസിഷനിൽ നിന്നും 12 പൊസിഷൻസ് ഓഫ്സെറ്റ് ചെയ്തായിരിക്കണം നമ്മുടെ പുതിയ ഫയൽ പോയിന്ററിന്റെ പൊസിഷൻ വരേണ്ടത്. സോ ദി ബിഗിനിങ് ഓഫ് ദി ഫയൽ ഈസ് ഹിയർ. അവിടെ നിന്നും 12 പൊസിഷൻ എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. So now your file pointer will be pointing towards 12 positions past the start of the file. അതായത് ബിഗിനിങ് ഓഫ് ദി ഫയലിൽ നിന്നും 12 പൊസിഷൻസ് ഓഫ്സെറ്റ് ചെയ്ത്, ബിഗിനിങ് ഓഫ് ദി ഫയൽ ഈസ് അറ്റ് ഫയൽ പോയിന്റർ 0 പൊസിഷൻ. അവിടെ നിന്നും 12 ലൊക്കേഷൻസ്, അതായത് ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ പൊസിഷനിലായിരിക്കും നമ്മുടെ ഫയൽ പോയിന്റർ ഇപ്പോൾ നിൽക്കുന്നത്. നൗ ഇഫ് യു എക്സിക്യൂട്ട് fprintf fp, in C, what is going to happen is, now നമ്മുടെ ഫയൽ പോയിന്റർ എന്ന് പറയുന്നത് 12 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നും ഡേറ്റ റൈറ്റ് ചെയ്യപ്പെടും. സോ ഡേറ്റ വിച്ച് വിൽ ബി റിട്ടൺ വിൽ ബി in space C. ഞാനിത് ഒന്നുകൂടെ ഒരു വേർഡ് ഫയൽ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. സോ ആദ്യം റൈറ്റിംഗ് ഡേറ്റ ടു ഫയൽ എന്ന് പറയുന്ന ഡേറ്റ നമ്മൾ ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നൗ ദി കറന്റ് പൊസിഷൻ ഓഫ് എന്താണ് നമ്മുടെ ഫയൽ പോയിന്റർ ഈസ് അറ്റ് 21. നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ഈസ് fseek fp, 12, seek set. That means beginning of the ഫയലിൽ നിന്നും 12 ലൊക്കേഷൻസ് മാറി ഫയൽ പോയിന്ററിനെ പ്ലേസ് ചെയ്യുക. സോ ബിഗിനിങ് ഓഫ് ദി ഫയൽ ഈസ് ഹിയർ. ഇവിടെ നിന്നും 12 പൊസിഷൻ മാറി എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. So now the current position of the file pointer will be at position 12. Then what is going to happen is, then fprintf fp, in C will be executed. So from this location in C will be printed. So in space C, and then after printing C, the file pointer will point to location 16. So your output will be writing data in space CFILE.
ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ഫയലിൽ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് യുവർ ഫൈനലി ദി ഫയൽ പോയിന്റർ വിൽ ബി അറ്റ് നമ്പർ 16. ഇനി ശരിക്കും ഇങ്ങനെയാണോ സംഭവിക്കുന്നത് എന്നുള്ളതും നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് വി ക്യാൻ ചെക്ക് ബൈ യൂസിങ് എ പ്രോഗ്രാം. സി ദിസ് വാസ് ദി പ്രോഗ്രാം വിച്ച് ഐ ഹാവ് റിട്ടൺ. ഓരോ ഡേറ്റ, ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ഐ ആം ഗോയിങ് ടു പ്രിന്റ് the position of the file pointer, \n position of file pointer, %d, comma ftl fp. now ഇത് കഴിഞ്ഞിട്ട് fc ക്ക് കഴിഞ്ഞിട്ട് after fseek position of file pointer, then after saving in C. സോ ഇത് തന്നെ നമുക്ക് തൊട്ട് മുന്നത്തെ കേസിൽ യൂസ് ചെയ്യാം. ആഫ്റ്റർ സേവിങ് റൈറ്റിംഗ് ഡേറ്റ ടു ഫയൽ, പൊസിഷൻ ഓഫ് ഫയൽ പോയിന്റർ. സോ ഇവിടെ ഞാൻ ഇനിഷ്യൽ പൊസിഷൻ ഞാൻ നോക്കുന്നില്ല, because we all know that initial position immediately after opening the position will be on 0 only. ഈ റൈറ്റിംഗ് ഡേറ്റ ടു ഫയൽ എന്ന് പറയുന്ന ഡേറ്റ റൈറ്റ് ചെയ്തതിന് ശേഷം ഫയൽ പോയിന്റിന്റെ ലൊക്കേഷൻ എന്താണ്, അത് കഴിഞ്ഞിട്ട് fseek എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഫയൽ പോയിന്റിന്റെ പൊസിഷൻ എന്താണ്, ദെൻ in C പ്രിന്റ് ചെയ്തതിന് ശേഷം ഫയൽ പോയിന്റിന്റെ പൊസിഷൻ എന്താണ്. ഇത്രയുമാണ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us compile and run. See, after saving writing data to file, position of file pointer is 21. എന്താണ് നമ്മുടെ ഇവിടെയാണ് വരുന്നത്, ഫയൽ സ്പേസ് കഴിഞ്ഞിട്ട് 21. then now after fseek position of file pointer is now at 12. അതായത് ബിഗിനിങ് ഓഫ് ദി ഫയലിൽ നിന്നും 12 പൊസിഷൻസ് മാറ്റി ഫയൽ പോയിന്ററിനെ സെറ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഇവിടെ fseek കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ദി ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദി fseek ഫംഗ്ഷൻ, ദി പൊസിഷൻ ഓഫ് ദി ഫയൽ പോയിന്റർ is at 12. now after saving in C, the position of the file will be at 16. let us see. in C കഴിഞ്ഞാൽ data, then in C, initially it was like data, writing data to file ഇതായിരുന്നു. then after writing this data ഞാൻ ഫയൽ പോയിന്ററിനെ 12ലേക്ക് സെറ്റ് ചെയ്തു. then ഞാൻ in C പ്രിന്റ് ചെയ്തു. then after this the file pointer will be at position 16. so ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും. ആഫ്റ്റർ സേവിങ് ഇൻ സി, ദി പൊസിഷൻ ഓഫ് ദി ഫയൽ പോയിന്റർ ഈസ് അറ്റ് 16. സോ ദിസ് ഈസ് ദി എക്സാമ്പിൾ ഫോർ fseek കമാൻഡ്. ഇവിടെ fseek മാത്രമല്ല, നമ്മൾ ftl യൂസ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് വി കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദി പ്രസന്റ് പൊസിഷൻ ഓഫ് ദി ഫയൽ പോയിന്റർ ഓൾസോ. സോ ഒന്നുകൂടി പറയാം, fseek കമാൻഡ് ഈസ് യൂസ്ഡ് ഫോർ എന്തിനാണ്, സെറ്റിംഗ് ദി ഫയൽ പൊസിഷൻ ഓഫ് ദി സ്ട്രീം ടു എ ഗിവൻ ഓഫ്സെറ്റ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓഫ്സെറ്റ് ഉള്ള പൊസിഷൻ, ഒരു ഫയലിൽ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഓഫ്സെറ്റ് കണക്കാക്കിയുള്ള പുതിയ ലൊക്കേഷനിലേക്ക് നമ്മുടെ ഫയൽ പോയിന്ററിനെ സെറ്റ് ചെയ്യാനായിട്ടാണ് fseek യൂസ് ചെയ്യുന്നത്. fseekന് 3 ആർഗ്യുമെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ ഫയൽ പോയിന്റർ, സെക്കൻഡ് വൺ ഈസ് ദി ഓഫ്സെറ്റ്, ദെൻ ദ തേർഡ് വൺ ഈസ് ദ പൊസിഷൻ. File pointer is the pointer with which you are accessing the file.
Offset is the number of offset positions or bytes need to be offsetted from a specific position. Then position is being set by one of the following constants. Seek_set will indicate the beginning of the file. Seek_current will indicate the current position. Seek_n will locate the end of the file. ഇപ്പോൾ seek setന് പകരം seek_cur ആണ് യൂസ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ let's see what will happen. Now let me take this, and instead of seek set I am using seek_cur. So നമുക്ക് ആദ്യം ഇതൊന്ന് അനലൈസ് ചെയ്യാം. Initially data, writing data to file കഴിഞ്ഞിട്ട് നമ്മുടെ ഫയൽ പോയിന്റർ 21-ലായിരിക്കും നിൽക്കുന്നത്. So now next is fp12 seek_cur. That means ഈ പൊസിഷനിൽ നിന്നും 12 പൊസിഷൻസ് കഴിഞ്ഞിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമ്മുടെ ഫയൽ പോയിന്റർ പോയിന്റ് ചെയ്യപ്പെടും. അതായത് 21 കഴിഞ്ഞിട്ട് 12 പൊസിഷൻ 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32 and 33. So our present position or the location of the file pointer after fseek will be at 33. Then in C will be stored with I in 33, N in 34, space in 35 and C in 36. So here it will be 36. Let us see whether it is right or not. See, after writing data to file is being stored, location is 21. After fseek, 21 plus 12 will give 33. So ഇപ്പോൾ fseek execute ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 33 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഫയൽ പോയിന്റർ നിൽക്കുന്നത്. Then fprintf is executed. Then 4 bytes of location ഉണ്ട്. 33 plus 4 will be on 37. Now let us see whether what will be the output stored in file1.txt. See, writing data to file space കഴിഞ്ഞിട്ട് ഇത്രയും ലൊക്കേഷൻസ്, അതായത് 12 ലൊക്കേഷൻസ് ബ്ലാങ്ക് സ്പേസ് ഇട്ടതിന് ശേഷമാണ് ഇൻ സി എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ഞാൻ സീക്ക് സെറ്റിന് പകരം seek_cur യൂസ് ചെയ്തപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള കറണ്ട് പൊസിഷനിൽ നിന്നും 12 പൊസിഷൻ ഓഫ്സെറ്റ് ചെയ്തു. ഇനി ഇൻസ്റ്റെഡ് ഓഫ് seek_cur ഇഫ് ഐ യൂസ് seek_end, then end of file, അതായത് ഇപ്പോഴത്തെ end of ഫയലിൽ നിന്നും 12 പൊസിഷൻ ഓഫ്സെറ്റ് ചെയ്തായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇഫ് ഐ അപ്ഡേറ്റ് ദിസ് ടു seek_end and execute, see, initially it was 21, after fseek 33 and after saving in C 37. ഇവിടെ seek_curഉം seek_endഉം ഒരേ റിസൾട്ട് തന്നെ നമുക്ക് തരും. വൈ? ബിക്കോസ് നമ്മുടെ ഫയൽ പോയിന്റർ എന്ന് പറയുന്നത് റൈറ്റിംഗ് ഡേറ്റ ടു ഫയൽ എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്തതിന് ശേഷം എൻഡ് ഓഫ് ദി ഫയലിൽ തന്നെയാണ് പോയിന്റ് ചെയ്ത് നിന്നത്. അതുകൊണ്ട് തന്നെ seek_curഉം seek_endഉം ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരേ എക്സ്ട്രാ ഔട്ട്പുട്ട് തന്നെ നമുക്ക് തരും. ദി ലാസ്റ്റ് ഫംഗ്ഷൻ അണ്ടർ കൺസിഡറേഷൻ ഈസ് rewind. Rewind എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് ദി ഫയൽ പൊസിഷൻ ടു ദി ബിഗിനിങ് ഓഫ് ദി ഫയൽ. അതായത് fseekന്റെ ഒരു പർട്ടിക്കുലർ കേസ് എന്ന് പറയാം. Rewind function, if rewind function is executed, the file pointer will be set to the beginning of the file. Syntax is rewind of file pointer, then example is rewind of fp. ഇവിടെ ഒരൊറ്റ ആർഗ്യുമെന്റ് മാത്രമേ ഈ ഫംഗ്ഷന് പാസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് ദി ഫയൽ പോയിന്റർ ഇറ്റ്സെൽഫ്. rewind of fp എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും fseek of fp, 0, seekset എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും നമുക്ക് ഒരേ റിസൾട്ട് തന്നെ തരും. ബിക്കോസ് both those statements will return the file pointer to the beginning of the file. So that is the use of rewind function. So ഇതോടുകൂടെ നമ്മുടെ ബേസിക് ഫയൽ ഓപ്പറേഷൻസിന്റെ ടോപ്പിക്കും അവസാനിച്ചു. So this
comes to the conclusion of all modules which are described in the syllabus. Thank you all for listening. Bye bye.